ഞാൻ ആശംസകൾ നേരുന്നതിന് മുന്നേ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ കാലഘട്ടം, അതായത് നമ്മുടെ ഈ സമൂഹം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വിപത്താണ് ലഹരിക്ക് അടിമപ്പെട്ട ആളുകൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ. ഓരോ ദിവസവും പേപ്പറും ന്യൂസ് പേപ്പറും ടെലിവിഷൻ ചാനലും ഏത് നോക്കിയാലും ലഹരിക്ക് അടിമപ്പെട്ട് കുട്ടികൾ നടത്തുന്ന ഓരോ കാര്യങ്ങൾ വായിച്ചാൽ, നിങ്ങളെല്ലാവരും വായിക്കുന്നുണ്ടാവും, വായിച്ചാൽ തന്നെ നമുക്കറിയാം. അമ്മയെ തിരിച്ചറിയാതെ, ഉമ്മയെ തിരിച്ചറിയാതെ, പെങ്ങന്മാരെ തിരിച്ചറിയാതെ കാട്ടിക്കൂട്ടുന്ന ഓരോ കൃത്യങ്ങൾ. അപ്പോൾ അടുത്ത കാലത്ത് തന്നെ ഉണ്ടായിരുന്നു, നിങ്ങൾക്കറിയാം, അമ്മയെ കൊന്നു, അതുകൂടാതെ അച്ഛനെ പോലും കൊല്ലാൻ വേണ്ടി തെരഞ്ഞു നടക്കുന്ന പയ്യനെക്കുറിച്ച്. അപ്പോൾ അങ്ങനെ പോകുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും അനിവാര്യമായ കൂട്ടായ്മകളിൽ ഒന്നാണ് അഷ്റഫ് കൂട്ടായ്മ. മറ്റേത് കൂട്ടായ്മകളെക്കാട്ടും കൂടുതൽ പൊന്തി വരേണ്ടത് ഇത്തരത്തിലുള്ള ലഹരിക്ക് എതിരെ പ്രവർത്തിക്കുന്ന കൂട്ടായ്മകളാണ് വേണ്ടത്. ഇപ്പോൾ നാം ഇന്നിവിടെ ലഹരിക്കെതിരെ പ്രതിജ്ഞ എടുത്തു. നമ്മളെല്ലാം രക്ഷിതാക്കളാണ്. എനിക്കുണ്ട് ആൺകുട്ടികൾ, നിങ്ങൾക്കെല്ലാവർക്കും ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്. നമ്മൾ പ്രതിജ്ഞ എടുത്തു. നമ്മളിനി ഈ പ്രതിജ്ഞയിൽ നിന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത്? നമ്മുടെ കുട്ടികൾ അതിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? കുറേ ആളുകൾ പോലീസിനെയോ എക്സൈസിനെയോ അല്ലെങ്കിൽ ഡി അഡിക്ഷൻ സെൻറ്ററിലോ കൊണ്ടുപോയി അവരെ കാണിക്കും. അതാണോ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് അതൊന്നുമല്ല. പോലീസിലും എക്സൈസിലും ഒരു കുട്ടി ഇതിന് അഡിക്റ്റായിട്ടുള്ള ഒരു കുട്ടി എത്തുന്നത് 5ാമത്തെ സ്റ്റേജിലാണ്. എന്താണ് 5ാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ? കുട്ടി ജനിച്ച അന്ന് മുതൽ 6 വയസ്സ് വരെ അച്ഛൻ്റെയും അമ്മയുടെയും ഉപ്പയുടെയും ഉമ്മയുടെയും അടുത്തു നിന്നാണ് വളർന്നു വരുന്നത്. ഈ കാലഘട്ടത്തിൽ ആ കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിന് വേണ്ട പ്രവർത്തനങ്ങൾ കൊടുക്കേണ്ടത് നമ്മൾ ഓരോ രക്ഷിതാവുമാണ്. 6 വയസ്സ് കഴിഞ്ഞാൽ ആ കുട്ടി സ്കൂളിലേക്ക് പോകുന്നു. അപ്പോൾ 1ാമത്തെ സ്റ്റേജിൽ നമ്മൾ രക്ഷിതാക്കളാണ്, ഉപ്പയും ഉമ്മയും അച്ഛനും അമ്മയും. 2ാമത്തെ സ്റ്റേജ് 6 വയസ്സിൽ ആ കുട്ടി പോകുന്നത് എവിടേക്കാണ്? സ്കൂളിലേക്കാണ്. അപ്പോൾ 2ാമത്തെ സ്റ്റേജ് തുടങ്ങുന്നത് സ്കൂളിൽ നിന്നാണ്. അപ്പോൾ ആ സ്കൂളിലെ ടീച്ചേഴ്സിന് ഇതിൽ വളരെയധികം പ്രാധാന്യമുള്ളൊരു റോളുണ്ട്. കുട്ടിയെ രൂപപ്പെടുത്തിയെടുക്കുന്നതിനും കുട്ടികൾ ഇത്തരത്തിലുള്ള ക്രിമിനൽ കുറ്റങ്ങളിലേക്ക് പോകാതിരിക്കുന്നതിനും ലഹരിക്ക് അടിമപ്പെടാതിരിക്കുന്നതിനും 1ാമത്തെ ആൾക്കാർ രക്ഷിതാക്കൾ, 2ാമത്തെ ആൾക്കാർ ടീച്ചേഴ്സാണ്. ടീച്ചേഴ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഏറ്റവും കൂടുതൽ കുട്ടികൾ ചിലവഴിക്കുന്നത് നമ്മളെ വീടുകളിൽ ഒരു 12 മണിക്കൂർ ചിലവഴിച്ചാൽ ബാക്കി 8 മണിക്കൂർ 10 മണിക്കൂർ ചിലവഴിക്കുന്നത് സ്കൂളുകളിലാണ്. അപ്പോൾ അധ്യാപകർക്ക് 2ാമത്തെ സ്റ്റേജിലുള്ള അധ്യാപകർ വളരെ വലിയ പങ്കാണ് കുട്ടിയെ രൂപപ്പെടുത്താനുള്ളത്. 3ാമത്തെ സ്റ്റേജിൽപ്പെട്ടതാണ് സുഹൃത്തുക്കൾ. ഈ സുഹൃത്തുക്കളുടെ കൂട്ടായ്മ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ നന്നായി കഴിഞ്ഞാൽ തന്നെ ഒരുവിധം കുട്ടികളൊക്കെ നന്നാവുന്ന അവസ്ഥയാണ് ഞങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറയാനുള്ളത്, രക്ഷിതാക്കളുടെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞു. 3ാമത്തെ സ്റ്റേജ് സുഹൃത്തുക്കളാണ്. അപ്പോൾ നമ്മൾ രക്ഷിതാക്കൾ, അതായത് കുട്ടികൾക്കൊരു സ്വഭാവമുണ്ട്, എല്ലാ കാര്യങ്ങളും വന്ന് പറയുന്നത് ആരോടാ? രക്ഷിതാക്കളോടല്ല, പിന്നെ സുഹൃത്തുക്കളായിട്ടാണ്. എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നത് സുഹൃത്തുക്കളായിട്ടാണ്. അപ്പോൾ 3ാമത്തെ സ്റ്റേജിൽപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നു. നമ്മളോടൊന്നും പറയുന്നില്ല, നമ്മളോടെല്ലാം മറച്ചു വയ്ക്കുന്നു. അപ്പോൾ നമ്മൾ എന്തായാൽ മതി? രക്ഷിതാക്കൾ ഓരോ കുട്ടിയുടെയും സുഹൃത്തുക്കളായി മാറാനുള്ള ശ്രമം നടത്തുക. സുഹൃത്തുക്കളാണോ? അല്ല. ഭൂരിപക്ഷം രക്ഷിതാക്കളും ഇന്നിപ്പോൾ സുഹൃത്തുക്കളല്ല. കുട്ടിയെ ഒരു ശത്രുവിനെ പോലുന്ന എത്രയോ രക്ഷിതാക്കൾ നമുക്കറിയാം. ഞങ്ങൾ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയത് അതാണ്. ബ്രോക്കൺ ആയിട്ടുള്ള ഫാമിലികളിൽ നിന്നും, ബ്രോക്കൺ എന്ന് പറഞ്ഞാൽ അച്ഛൻ വേറൊരു വഴിക്ക്, അമ്മ വേറൊരു വഴിക്ക്, അങ്ങനെയുള്ള ബ്രോക്കൺ ആയിട്ടുള്ള ഫാമിലികളിൽ നിന്നും വരുന്ന കുട്ടികളാണ് ഇത്തരത്തിൽ കൂടുതൽ അടിമപ്പെടുന്നതും അങ്ങനെയുള്ള കുട്ടികൾ നല്ല കുട്ടികളായ ആളുകളെ ഇതിൽ പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് എന്താണ്? ഓരോ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഓരോ ഉപ്പയും ഉമ്മയും കുട്ടികളുടെ വളരെ അടുത്ത സുഹൃത്തുക്കളായി മാറുക എന്നുള്ളത് മാത്രമാണ്. നിങ്ങൾ പ്രതിജ്ഞ എടുത്തിട്ടോ മറ്റുള്ള ചെയ്തിട്ടോ ഒന്നും ഒരു കാര്യമില്ല. നമ്മളെ കുട്ടിയെ കൂട്ടിപ്പിടിക്കുക. അവൻ തെറ്റ് ചെയ്താൽ അതിനെ കൂട്ടിപ്പിടിക്കണം. ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവനെ കൂട്ടിപ്പിടിക്കണം. എത്ര ആൾക്കാർ കൂട്ടിപ്പിടിക്കുന്നുണ്ട്? അച്ഛനായാലും ഉപ്പയായാലും അവർ ചെയ്യുന്നത് എന്താ? കുട്ടിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. പൈസ എത്രയാണോ വേണമെങ്കിൽ കൊടുക്കുക, നിനക്ക് ആവശ്യം എന്താണോ അത് ചെയ്യുന്നു. ഉമ്മമാരാണെങ്കിലും അമ്മമാരാണെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. കാര്യങ്ങൾ അന്വേഷിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം, എന്നാലും നേരമില്ല. അതിലൊരു പ്രധാന വില്ലൻ നമ്മളെ മൊബൈലാണ്. ഇപ്പോൾ കുട്ടി കയറി വരുന്ന സമയത്ത് അമ്മ ഒരു ഭാഗത്ത് മൊബൈൽ നോക്കിയിരിക്കുന്നു, അച്ഛനും അമ്മയും അച്ഛൻ അല്ലെങ്കിൽ ഉപ്പ വേറൊരു ഭാഗത്ത് മൊബൈൽ നോക്കിയിരിക്കുന്നു. കുട്ടി പിന്നെ ആരോട് സംസാരിക്കും? കുട്ടി എന്ത് ചെയ്യും? നിങ്ങൾ ആലോചിക്കണം.
നമ്മളെ പഴയ കാലഘട്ടം എന്തായിരുന്നു? അതുപോലെ അച്ഛനും അമ്മയും കുട്ടികളും പെങ്ങളും ഏട്ടനും സഹോദരനും എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നുണ്ടോ? നിങ്ങൾ തന്നെ നോക്കിയാൽ മതി, അവരാരെ വീട്ടിലേക്ക് നോക്കിയാൽ മതി. നിങ്ങൾ സമൂഹം നന്നാക്കാൻ പോണ്ട. നമ്മൾ ഓരോരുത്തരും നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ മതി. വീട്ടിലെ കുട്ടികളെ ശ്രദ്ധിക്കുന്നുണ്ടോ? അവിടുന്ന് വരുന്ന കുട്ടി ഒരു ലഹരിയിലും പോയി പെടില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ചേർത്ത് പിടിച്ചാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മൂന്നാമത്തെ സ്റ്റേജിലെ സുഹൃത്തുക്കൾ ആണ് പറഞ്ഞുള്ളത്. ആ സുഹൃത്തുക്കളുമായിട്ട് കുട്ടികൾ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഡിസ്കഷൻ നടത്തുന്നു. അതുപോലെ ഒരു സുഹൃത്തായി മാറാൻ നമ്മൾ ഓരോ ഉമ്മമാർക്കും ഉപ്പമാർക്കും കഴിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നാലാമത്തെ സ്റ്റേജ് ഏതാ? പൊതുസമൂഹം. അതായത് കുട്ടി ഒരു 13 വയസ്സ് കഴിഞ്ഞു, അല്ലെങ്കിൽ 14, 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് ആകുമ്പോഴേക്കും കുട്ടി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നു, പൊതുസമൂഹത്തുമായി ബന്ധപ്പെടാൻ തുടങ്ങുന്നു. ഈ പൊതുസമൂഹവുമായി ബന്ധപ്പെടുന്ന സമയത്ത് കുട്ടിയിലുള്ള ഇത്തരത്തിലുള്ള തിന്മകൾ കൂടുതൽ എന്താകുന്നു? ശക്തി പ്രാപിക്കുന്നു. ഇതും കഴിഞ്ഞ് പൊതുസമൂഹത്തിൽപ്പെട്ട് കുട്ടി നാശമായി അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെട്ട് അവസാന സ്റ്റേജുകളിലാണ് എവിടെ എത്തുന്നത്? പോലീസിൻ്റെയോ എക്സൈസിൻ്റെയോ കൈകളിലെത്തുന്നത്. അപ്പോൾ കുട്ടിയെ രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല. ഒരു കാര്യം ആദ്യം മനസ്സിലാക്കുക, ഇതിൽ അഡിക്റ്റായിട്ടുള്ള കുട്ടിയെ നമ്മൾ എത്ര ഡീഅഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയാലും രക്ഷപ്പെടാനുള്ള ചാൻസ് 20% മാത്രമേ ഉള്ളൂ. അതാദ്യം മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞിട്ടില്ലേ, രോഗം വരുന്നതിനേക്കാൾ നല്ലത്, അല്ല, രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് രോഗം വരാതെ ചികിത്സിക്കുകയാണ്. അപ്പോൾ അതിനുള്ള ബെസ്റ്റ് മാർഗം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കുട്ടികളെ നമ്മൾ ചേർത്ത് പിടിക്കുക. അപ്പോൾ അത്തരത്തിൽ കുട്ടികൾ ലഹരിക്ക് അടിമപ്പെടാതിരിക്കട്ടെ. ലഹരി എന്ന് പറഞ്ഞാൽ ലഹരിക്കല്ല അടിമപ്പെടുന്നത്. ലഹരി പലതരത്തിലുണ്ട്. പാട്ട് പാടുന്നത് ലഹരിയാണ്, ഫുട്ബോൾ കളിക്കുന്നത് ലഹരിയാണ്, ഭക്ഷണം കഴിക്കുന്നത് ലഹരിയാണ്. ലഹരിയല്ല പ്രശ്നം, രാസലഹരികളാണ് പ്രശ്നം. നമ്മുടെ കുട്ടികളൊക്കെ പാവങ്ങളാണ്, അവരറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റല്ല. ഈ രാസലഹരി ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഉപയോഗിച്ചു എന്ന് വിചാരിക്കുക, ഉപയോഗിക്കുന്ന സമയത്ത് ഒരു 5 മണിക്കൂർ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും, എന്തും ചെയ്യാനുള്ള ധൈര്യം തരും. പുഴയിൽ ചാടാൻ പറഞ്ഞാൽ പുഴയിൽ ചാടും. അത്തരത്തിലുള്ള ധൈര്യമാണ് ഈ രാസലഹരി ആദ്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അത് ഉപയോഗിച്ച് കഴിഞ്ഞ് ഒരു 5 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ കുട്ടിക്ക് ഭയങ്കരമായിട്ടൊരു നിരാശ അങ്ങോട്ട് തോന്നൽ തുടങ്ങും. എന്തൊക്കെയോ നഷ്ടപ്പെട്ടതുപോലെ ഒരു നഷ്ടബോധം തോന്നും. അപ്പം എന്താ ചെയ്യുക നമ്മൾ? നഷ്ടബോധം സംഭവിക്കുന്ന സമയത്ത് എനർജി കിട്ടിയത് എന്താണോ, നമ്മളെല്ലാവരും 4 മണിക്ക് ചായ കുടിക്കണില്ലേ? എന്തിനാണ് ചായ കുടിക്കുന്നത്? ഒരു ക്ഷീണം തോന്നുമ്പോൾ നമ്മൾ ചായ കുടിക്കും, അപ്പോൾ ഒരു എനർജി വരും. അതേപോലെ ഈ രാസലഹരിയുടെ അഡിക്ഷൻ 5-6 മണിക്കൂർ കഴിഞ്ഞ് കുറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി ആകെ എന്തോ നഷ്ടപ്പെട്ട പോലെ ഒരു ചിന്താഗതിയിൽ വരികയും വീണ്ടും അത് ഉപയോഗിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുകയും ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള രാസലഹരികളിൽ അടിമപ്പെടാതിരിക്കാൻ നമ്മളെ കുട്ടികളോട് നമുക്ക് ചെയ്യാനുള്ളത് കുട്ടികളുടെ സുഹൃത്തായി ഓരോ രക്ഷിതാവും മാറുക എന്നുള്ളതാണ്. +2 കഴിഞ്ഞ ആർക്കും ഹ്രസ്വകാലം കൊണ്ട് പഠനം പൂർത്തിയാക്കാവുന്നതും ആധുനിക ലോകക്രമത്തിൽ ഏറെ ജോലി സാധ്യതയുള്ളതുമായ മൊബൈൽ ഫോൺ ടെക്നോളജി പഠനത്തിന് നവീന രീതികൾ ആവിഷ്കരിച്ച് സ്വദേശത്തും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കുവാനും ആഗോള സംരംഭകരായി വളരുവാനും അനേകം പേർക്ക് വഴി തുറന്നു നൽകിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടായ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ മാറ്റങ്ങൾക്കൊപ്പമല്ല, മാറ്റങ്ങൾക്ക് മുന്നേ സഞ്ചരിക്കുകയാണ്. ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ, be one step ahead.